സുഖായിരിക്കുന്നു മോളെ. എടാ ശിവ, നീ എന്താ ഇവിടെ നിക്കുന്നേ? അകത്തോട്ട് വാ. എന്താടാ നിന്റെ ഏട്ടത്തി എന്റെ മുഴുവൻ തുണിയെടുത്ത് ഇങ്ങോട്ട് തന്നയച്ചാണോ? ഒന്നും മിണ്ടാതിരിക്കമ്മേ. ഇത് അമ്മയുടെ ഡ്രസ്സൊന്നുമല്ല, ഇതൊക്കെ എന്റെയാണ്. നിന്റെ ഡ്രസ്സോ? നീ എന്തിനാടാ അത് ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നേ? നീ വേറെ ഏതെങ്കിലും നാട്ടിലോട്ട് പോവാ? ഞാൻ വിദേശത്തൊന്നും പോകുന്നില്ല അമ്മ, വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതാ. അയ്യോ, എന്താടാ അവൾ എന്താ ചെയ്തത്? പിന്നെ എന്ത് ചെയ്യാനാ അമ്മേ? ഏട്ടത്തി ആവശ്യമില്ലാതെ കിടന്ന് സംസാരിക്കുക. എത്രയെന്ന് വെച്ചാ ഞാൻ ക്ഷമിക്കുക? എപ്പ കണ്ടാലും എന്തെങ്കിലും പറഞ്ഞ് കുത്തി നോവിച്ചോണ്ടിരിക്കും. ഏട്ടത്തിന്റെ സ്വഭാവം അതാന്നറിയാം. ചേച്ചിയെ കണ്ടുമുട്ടുന്നവരെ ഇത്രയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ചേച്ചിയെ കണ്ടതിന് ശേഷം എനിക്കതൊന്നും കേട്ടോണ്ട് നിൽക്കാൻ പറ്റില്ല അമ്മേ. എന്നെയോ അമ്മയെ പറ്റിയോ വല്ലതും പറയായിരുന്നെങ്കിൽ ഞാൻ അതൊന്നും കാര്യമാക്കില്ലായിരുന്നു അമ്മേ. പക്ഷെ ചേച്ചിയെ പറ്റി വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറഞ്ഞ് എനിക്ക് കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല. അഹങ്കാരം കൂടുതൽ അവക്ക്. അതുകൊണ്ടാണ് എന്തായാലും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോന്നെ. അത് മാത്രല്ല, എപ്പോഴും നിന്റെ അമ്മയില്ലാത്ത വീട്ടിൽ നിനക്കെന്താ കാര്യം എന്നാ ചോദിക്കുന്നത്. അവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ എപ്പോഴും പറഞ്ഞോണ്ടിരിക്കുക. ഇനി എനിക്ക് സഹിച്ചോണ്ടിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോന്നേ അമ്മേ. അമ്മേ, എനിക്കിനി അവിടെ നിൽക്കാൻ പറ്റില്ല അമ്മേ. ഞാനും അമ്മയുടെ കൂടെയും ചേച്ചിയുടെ കൂടെ ഇവിടെ താമസിച്ചോട്ടെ. എന്താടാ നീ ഇവിടെ താമസിക്കാൻ പോകുന്നോ? എടാ, നിന്റെ ചേച്ചി എന്നെ തന്നെ ഇവിടെ താമസിപ്പിക്കുന്നത് വലിയ കാര്യ. അതിന്റെ ഇടയിൽ നീയും കൂടി. മുത്തശ്ശി, ശിവൻ മാമൻ ഇവിടെ താമസിക്കട്ടെ, നല്ല ജോളി ആയിരിക്കും അല്ലേ? ജോളിയൊക്കെ തന്നെയാ. അത് ഞാൻ തീരുമാനിച്ചാ പറ്റില്ലല്ലോ. നിന്റെ അമ്മ എന്താ പറയാന്ന് അറിയില്ലല്ലോ. എന്റെ അമ്മ പറഞ്ഞ ഞാൻ അനുസരിക്കാറില്ലേ? അതേപോലെ അമ്മയുടെ അമ്മയായ മുത്തശ്ശി പറഞ്ഞ അമ്മ അനുസരിക്കില്ലേ? കേക്കില്ലല്ലോ, അതല്ലേ പ്രശ്നം. എന്തിനാടാ എന്നെ ഈ അവസ്ഥയെ കൊണ്ട് എത്തിച്ചത്? വിജി, അത് പിന്നെ ഞാൻ നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഇങ്ങോട്ട് പോന്നല്ലോ. ആ ദേഷ്യത്തില് ലാവണ്യ ഇവനെ വഴക്ക് പറഞ്ഞ് ഒരുപാട് വേദനിപ്പിച്ചു എന്നാ ഇവൻ പറയുന്നത്. അതുകൊണ്ട് ആ ദേഷ്യത്തില് അവൻ പെട്ടി എടുത്തോണ്ട് ഇങ്ങോട്ട് പോന്നു. അവനും ഇവിടെ താമസിച്ചോട്ടല്ലേ. ചേച്ചിയുടെ നോട്ടം കണ്ടു കഴിഞ്ഞാൽ ഞാനിവിടെ വന്നത് തെറ്റാന്ന് തോന്നുന്നു. കുഴപ്പമൊന്നുമില്ല ചേച്ചി. ചേച്ചിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും കൂട്ടുകാരന്റെ വീട്ടിൽ താമസിച്ചോളാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ റൂമിൽ താമസിച്ചോളാം. അമ്മേ, അമ്മേ, ശിവൻ മാമന് നമ്മുടെ കൂടെ താമസിക്കട്ടെ അമ്മേ. എന്റെ മാമനല്ലേ? ഞാനിവിടെ ഉള്ളപ്പോ നീ എന്തിനാ നിന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി താമസിക്കുന്ന? ഹായ്. എനിക്ക് നിന്നോട് യാതൊരു ദേഷ്യവും വിഷമവും ഒന്നുമില്ല. നീ ഇവിടെ നിൽക്കുന്നതിൽ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ഒരുപാട് സന്തോഷം ചേച്ചി. താങ്ക്സ് അമ്മേ, ഒരുപാട് താങ്ക്സ്. ജോളി ജോളി, മാമൻ വന്നല്ലോ, മാമൻ വന്നല്ലോ. ശരി, ഡ്രസ്സൊക്കെ എടുത്ത് അകത്ത് പോ. വേഗം ഫ്രഷപ്പ് ആയിട്ട് ഭക്ഷണം കഴിക്കാം. നില, നീ പോയി റെഡി ആവും, സമയായി. മാമൻ വന്നല്ലോ. മാമ, വാ അകത്തോട്ട് പോവാ. വാ. ഇയാളെന്തിനാ ഇത്ര രാവിലെ ഫോൺ ചെയ്യുന്ന? എന്തായിരിക്കും? ഹലോ വിജി, ഗുഡ് മോർണിംഗ്. പറയൂ. എന്താ വിജി, ഗുഡ് മോർണിംഗ് പോലും പറയില്ല? ശരി, ഗുഡ് മോർണിംഗ്. എന്താ കാര്യത്തിന് വിളിച്ചെന്ന് പറ. വിജി, ഇന്ന് കുറച്ച് നേരത്തെ കടയിലേക്കൊന്ന് ഇറങ്ങിക്കോ. എന്ത് പറ്റി സാർ? എന്തിനാ നേരത്തെ ഇറങ്ങാൻ പറയുന്നത്? അല്ല, ഇന്ന് നമ്മുടെ കടയിൽ ജോലി ചെയ്യുന്ന എല്ലാ സ്റ്റാഫിനോടും ഓണറിന് എന്തോ സംസാരിക്കാനുണ്ടെന്നാ പറഞ്ഞു. ബിസിനസ് ഡെവലപ്മെന്റിനെ പറ്റി എന്തോ ആണെന്ന് തോന്നുന്നു.